നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. പൈപ്പ് ലൈനിങ് എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ടൈപ്പിൽ ചോദിക്കുന്നു. നമ്മളോട് പിന്നെ സ്പീഡ് ഓഫ് ഫാക്ടർ ചോദിക്കാം. നമുക്കറിയാം സ്പീഡ് ഓഫ് ഫാക്ടർ എന്താണെന്നുള്ളത് അറിയാം. ടൈം ഓഫ് പൈപ്പ് ലൈൻ നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം ഡിവൈഡ് ബൈ ടൈം ഇൻ പൈപ്പ് ലൈൻ സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ഒരു പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. തോന്നുന്നത് 2004 ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ കൺസിഡർ എ പൈപ്പ് ലൈൻ പ്രോസസർ വിത്ത് ദ 4-step ഇൻസ്ട്രക്ഷൻ ഫെച്ച്, decode, execute and write back. The first 3 steps take 1 clock cycle each to complete the operation, and the execute stage depends on the instruction. The add subtract instruction requires 1 clock cycle. For multiplication require 2 cycle, and division require 3 cycle. Operand forwarding is used pipeline processor. What is the number of clock cycle to take the complete the following sequence of instruction? അപ്പോൾ നമുക്കിവിടെ 4 ഇൻസ്ട്രക്ഷൻ ആണുള്ളത്. I1, I2, I3, I4. ഇവിടെ നമ്മളോട് ഓപ്പറൻഡ് ഫോർവേഡിംഗ് ആ ചോദിച്ചത്. നമുക്ക് പൈപ്പ് ലൈനിങ് നമുക്ക് പിന്നെ ഹസാർഡ്സ് പറയുന്നത് നമുക്ക് ഡാറ്റ ഹസാർഡ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പറൻഡ് ഫോർവേഡിങ്, സ്റ്റാർ സൈക്കിള്, ഓട്ടോ ഇൻക്രിമെന്റ്, അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകളൊക്കെ. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ നമ്മളോട് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം ഇതിന്റെ എന്ന് പറഞ്ഞാൽ R1 ഈക്വൽ ടു R2 ഇൻറ്റു R3. ഇതാണ് ഇതിന്റെ മീനിങ്. ദെൻ R2 ഈക്വൽ ടു R3 പ്ലസ് R4. Then R4 equal to R5 divided by R6. Then R6 equal to R7 subtracted by അല്ലെങ്കിൽ മൈനസ് R8. ഇത്രയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഡിപ്പെൻഡൻസി നോക്കാം. നമുക്ക് ഏതൊക്കെ ഡിപ്പെൻഡൻസി ഉണ്ട്? റൈറ്റ് ആഫ്റ്റർ റീഡ് ഡിപ്പെൻഡൻസി ഉണ്ട്. Then sorry, read after write dependency ഉണ്ട്. Then write after read dependency ഉണ്ട്. Then write after write dependency ഉണ്ട്. Okay, these are the 3 dependency, data dependency എന്ന് പറയുന്നത് 3. read after read ഇല്ല, നമുക്കില്ല. അപ്പൊ നമുക്ക് ഡൊമൈന് അതുപോലെ തന്നെ റേഞ്ച് ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യേണ്ട ആരാ അല്ലെ. നമുക്ക് റേഞ്ചും ഡൊമൈനും, അതായത് ഒരു ഇൻസ്ട്രക്ഷന്റെ റേഞ്ചും മറ്റേതിന്റെ ഡൊമൈനും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് അത് റീഡ് ആഫ്റ്റർ റൈറ്റ് ആണെന്ന് പറയാം. ദെൻ നമ്മള് എന്താണ് റേഞ്ചും നേരെ തിരിച്ച് ഡൊമൈനും റേഞ്ചും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് റൈറ്റ് ആഫ്റ്റർ റീഡ്. ദെൻ നമ്മൾ എന്താ നോക്കുന്നത്, നമ്മൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ ഡിപ്പെൻഡൻസി ഏത് ഡിപ്പെൻഡൻസി ആണല്ലോ നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ ഒരു ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. R2. ദിസ് ഈസ് റീഡ് ആഫ്റ്റർ റീഡ്. ഇത് ഡിപ്പെൻഡൻസി അല്ല, ഇവിടെ രണ്ടും റീഡ് ചെയ്യാണ്, അത് നോ ഡിപ്പെൻഡൻസി ആണ്. ഇതിനെ നമുക്ക് എന്താ പറയാ, ഇതിനെ നമുക്ക് പിന്നെ നമുക്ക് ട്രൂ ഡിപ്പെൻഡൻസി എന്ന് പറയാം. ഇതിനെന്താ പറയാം, ട്രൂ ഡിപ്പെൻഡൻസി. ഓക്കെ, റീഡ് ആഫ്റ്റർ റൈറ്റിനെ നമുക്ക് ട്രൂ ഡിപ്പെൻഡൻസി എന്ന് പറയാം. ഇതിനെ ആന്റി ഡിപ്പെൻഡൻസി എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത് പറയാം, ആന്റി ഡിപ്പെൻഡൻസി. അതായത് റൈറ്റ് ആഫ്റ്റർ റീഡ് എന്ന് പറഞ്ഞാൽ ആന്റി ഡിപ്പെൻഡൻസി. ദെൻ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസി. റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് ഡിപ്പെൻഡൻസി. അപ്പം നമുക്ക് ഇവിടെ ഏതാണ്, ഇവിടെ നമുക്ക് ഏതാണ്, ആന്റി ഡിപ്പെൻഡൻസി ആണ്, റൈറ്റ് ആഫ്റ്റർ. ഓക്കെ, ദിസ് ഈസ് നോ ഡിപ്പെൻഡൻസി. റീഡ് ആഫ്റ്റർ റീഡ് എന്ന് പറഞ്ഞാൽ അവിടെ നോക്കുക, നോ ഡിപ്പെൻഡൻസി. ഇവിടെ നോക്കുക, നെക്സ്റ്റ് ഒരു ഡിപ്പെൻഡൻസി ഇതാ ഇവിടെ, റൈറ്റ് ആഫ്റ്റർ. ഇവിടെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ദെൻ അടുത്തൊരു ഡിപ്പെൻഡൻസി ഇതാ ഇവിടെ ഒരു ഡിപ്പെൻഡൻസി. അപ്പൊ ഈ 3 ഡിപ്പെൻഡൻസി ഉണ്ട്. മൂന്നും നമുക്ക് ഒരേ ഡിപ്പെൻഡൻസി. എന്താ കിട്ടിയത്, റൈറ്റ് ആഫ്റ്റർ റീഡ്. ഇത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ടു ഫസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യുന്നു ആഫ്റ്റർ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്തതിനു ശേഷം. ദിസ് ഈസ് ഓക്കെ. ഇവിടെ എന്താ 3, 2. ഇവിടെ എന്താണ് 4, 3. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡൻസി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന്. അപ്പൊ നോക്കാം,
അപ്പൊ നമുക്ക് ഇതെല്ലാം സിംഗിൾ ടൈം സ്റ്റേറ്റ് സൈക്കിളാണ് എടുക്കുന്നത് നോക്കട്ടെ. അപ്പൊ ഞാൻ ആ മെക്കാനിസം എന്ന് പറയാം. R1 എന്ന് പറയുന്നത് 4 സെക്ഷൻ ഉണ്ട്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ, ഓക്കെ, റൈറ്റ് ബാക്ക്. then അടുത്ത 2 ഇൻസ്ട്രക്ഷൻ ഉള്ളൂ എന്ന് വിചാരിക്കുക. 2 ഇൻസ്ട്രക്ഷൻ ഉള്ളൂ. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ, റൈറ്റ് ബാക്ക്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മുടെ R1 R1 ഈ ക്വസ്റ്റ്യൻ്റെ അല്ലോട്ടോ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. R1 ഇൻറ്റു R3, ദെൻ ഇവിടെ R2 ഈക്വൽ ടു R3 ഇൻറ്റു R3 പ്ലസ് R4, R3 പ്ലസ് R. സപ്പോസ് ഇത് I1, ഇത് I2 ആണെന്ന് വിചാരിക്കാം. ഇവിടെ നോക്കാം, ഇവിടെ ഇതിന്റെ വാല്യൂ 10, ഇത് 20. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എത്ര കിട്ടും? 200 കിട്ടും അല്ലെ? 200 കിട്ടും. R1 എന്ന് പറഞ്ഞാൽ 200. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഈ R2 എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം? അതാ ഈ I2യുടെ R2 റൈറ്റ് ചെയ്യുന്നുണ്ട്. I2 റൈറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് മിസ് വാല്യൂ ആയിരിക്കും റീഡ് ചെയ്യാം. ഇവിടെ നോക്കുക, R3യുടെ വാല്യൂ 40, ഇവിടെ ഒരു 10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 400, R2യുടെ വാല്യൂ 400 കിട്ടും. അപ്പൊ ഇവിടെ ഇവിടെ ഈ R2 എന്ന് പറഞ്ഞാൽ R2 റൈറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ആര് റീഡ് ചെയ്യണം? I2ൽ R2 റൈറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ആര് റീഡ് ചെയ്യണം? ഇയാൾ റീഡ് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഈ പറഞ്ഞ ഡിപ്പെൻഡൻസി പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കേണ്ടത്, ഇവിടെ നമുക്ക് എല്ലാം റൈറ്റ് ആഫ്റ്റർ റീഡ് ഡിപ്പെൻഡൻസി മാത്രമേ ഉള്ളത് അല്ലെ? അതായത് റൈറ്റ് ആഫ്റ്റർ റീഡ് ട്രൂ ഡിപ്പെൻഡൻസി മാത്രമേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മൾ ഇവിടെ ഓപ്പറേഷന്റെ സീക്വൻസ് നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ ഇവിടെ റൈറ്റ് ചെയ്യുന്നത് ഇതാ. ഇവിടെ ഞാൻ ജസ്റ്റ് 1 2 3 4 അഞ്ചാമത്തെ ക്ലോക്ക് സൈക്കിളാണ് റൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ആര് ഇതാ രണ്ടാമത്തെ I2 അഞ്ചാമത്തെ ക്ലോക്ക് സൈക്കിളാണ്. പക്ഷെ ഇവിടെ റീഡ് ചെയ്യുന്ന ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? R2 ആൻഡ് R3 ഇവിടെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു, ഇവിടെ എടുത്തു കഴിഞ്ഞു. അതായത് 10 എന്ന് പറയുന്ന വാല്യൂ R2 എടുത്തു കഴിഞ്ഞു. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഡിപ്പെൻഡൻസി ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എത്ര ടൈം എടുക്കും എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഇവിടെ I1, I2, I3, ഇൻസ്ട്രക്ഷൻ I4, ഞാൻ എന്ത് ചെയ്തു? ഞാനിതാ ഇങ്ങനെ കുറച്ച് തടു വെച്ചു. I4 ഓക്കെ. ഇവിടെ ഞാൻ 1 മുതൽ 10 വരെ എഴുതി. കാരണം മാക്സിമം ഉള്ള ഓപ്ഷൻ 11 വരെ. 1 2 3 4 5 6 7 8 9 10 11 വരെ എഴുതി. ഓക്കെ. നോക്കട്ടോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ I1 എന്ന് പറയുന്നത് I1, I2, I3, I4. I1 എന്ന് പറഞ്ഞാൽ ആദ്യം ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളിൽ, എക്സിക്യൂട്ട് ചെയ്തു, റൈറ്റ് ബാക്ക് ചെയ്തു. ഓക്കെ, എല്ലാത്തിനും മൾട്ടിപ്ലിക്കേഷൻ എന്തെടുക്കുന്ന? മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യേണ്ടതാ? ഫസ്റ്റ് 3 സ്റ്റേജ്. ഓക്കെ, ഇതെന്താണ്? ഫസ്റ്റ് 4 സ്റ്റെപ്പ് ഉണ്ട്. അതിലിതാ ഫസ്റ്റ് 3 സ്റ്റെപ്പ് ടേക്ക് 1 ക്ലോക്ക് സൈക്കിൾ. അപ്പം എല്ലാത്തിന്റെയും ആദ്യത്തെ 3 ഓപ്പറേഷൻ എന്താ എടുക്കുന്നത്? ആദ്യത്തെ 3 ഓപ്പറേഷൻ എല്ലാം ഒരേ ക്ലോക്ക് സൈക്കിൾ. ഫസ്റ്റ് 3 ഓപ്പറേഷൻ എന്തെടുക്കുന്നത്? ഫസ്റ്റ് 3 ഓപ്പറേഷന് എല്ലാം 1 സെക്കൻഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്, 1 ക്ലോക്ക് സൈക്കിൾ വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്തെടുക്കുന്നുണ്ട്? മൾട്ടിപ്ലിക്കേഷന്റെ നാലാമത്തെ സ്റ്റേജിന് ബാക്കിയുള്ളതാ ആഡ് ആൻഡ് സബ്സ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻ റിക്വയർസ് ദ 1 ക്ലോക്ക് സൈക്കിൾ. ആഡിനും സബ്സ്ട്രാക്ഷനും 1 ക്ലോക്ക് സൈക്കിൾ ആണ്. ഓക്കെ, ഏത് സ്റ്റെപ്പിന്? നമ്മുടെ അക്സെപ്റ്റ് നാലാമത്തെ സ്റ്റെപ്പിനാണ് റൈറ്റ് ബാക്കിന്. ഇതിന് എന്താണ്? മൾട്ടിപ്ലിക്കേഷന് 2 ക്ലോക്ക് സൈക്കിൾ എടുക്കുന്നു. അപ്പൊ ഇവിടെയാണ് റൈറ്റ് ബാക്ക് അഞ്ചാമത്തേലാണ് എൻഡ് ചെയ്യുന്നത്. ഇത് നോക്കുക, രണ്ടാമത്തേത് ആരാണ്? ആണ്. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക ഓൾറെഡി രണ്ടാമത്തെ സെക്കൻഡിൽ ആണ് എന്ത് ചെയ്തത്? R2 എന്ത് ചെയ്തത്? ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ റൈറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കുക, ആഡ് എന്ന് പറയുന്നത് R2 എഫക്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്തു? അടുത്തത് എന്ത് ചെയ്തു? ഡീകോഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. നോക്കുക, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്താ? ഇവിടെ ഓൾറെഡി ഇവിടെ എന്താണ്? റൈറ്റ് ബാക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താണ്? നമുക്ക് ആ സ്റ്റേജ് ഫ്രീ അല്ല ഈ സ്റ്റേജ്. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ സ്റ്റാൾ സൈക്കിൾ എന്നാ പറയാം. നമ്മളൊരു ഡിലേ കൊടുത്തു. സ്റ്റാൾ സൈക്കിൾ ഇവിടെ ഡിലേ കൊടുത്തു. അടുത്തത് എന്ത് ചെയ്തു? ഇവിടെ
എന്ത് ചെയ്തു, റൈറ്റ് ബാക്ക് ചെയ്തു, റൈറ്റ് ചെയ്തു. അപ്പൊ നോക്കാം, ഇവിടെ നോക്കാം, ഇവിടെ റൈറ്റ് ചെയ്ത് എന്താ, ഇവിടെ റൈറ്റ് ചെയ്ത് 6ാമത്തെ സെക്കൻഡിലാണ്. പക്ഷെ ഇവിടെ ആ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, റീഡ് ചെയ്തത് എത്രാമത്തെ, 2ാമത്തെ സെക്കൻഡിലാണ്. അപ്പൊ കുഴപ്പമില്ല, മിസ്റീഡ് കുഴപ്പമില്ല. നെക്സ്റ്റ് അടുത്തത് എന്താണ്, അടുത്തത് ഇവിടെ നോക്കാം, അടുത്തത് ഡിവിഷനാണ്. ഡിവിഷന് ഓരോ ക്ലോക്ക് സൈക്കിൾ എല്ലാം എടുക്കുന്നത് അല്ലെ, ഡിവിഷന് എല്ലാം ഓരോ ക്ലോക്ക് സൈക്കിൾ, അതുപോലെ വേറെ ഒന്നും പറയുന്നില്ല, എല്ലാം ഓരോ ക്ലോക്ക് സൈക്കിളാണ് ഡിവിഷൻ എടുക്കുന്നത് അല്ലെ. ഡിവിഷൻ അപ്പൊ എന്ത് എഴുതുന്നു, ഡിവിഷൻ എന്ത് ചെയ്യുന്നതാ, ഇവിടെ ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, ദെൻ ഇവിടെ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ നോക്കുക, ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ആളായിട്ടതാ R4 ഇതാ, ഇവിടെ ഡിപ്പെൻഡൻസി ഉണ്ട്. R4 എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്തത് എവിടെയാണ്, റൈറ്റ് ചെയ്തത് 6ാമത്തെ സെക്കൻഡിലാണ്. 6ാമത്തെ സെക്കൻഡിൽ ഇത് റൈറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഇവിടെ ഇവിടെ യൂസ് ചെയ്തത് നോക്കുക, ഇവിടെ അതിന്റെ മുന്നേ ഇവിടെ നോക്കുക, ഈ R2 യൂസ് ചെയ്തത് എവിടെയാണ്, സോറി R4 യൂസ് ചെയ്തത് ഇവിടെയാണ്. ദെൻ ഇവിടെ റൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ശേഷമാണ്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഇവിടെ എഫ് ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, പിന്നെ നമ്മുടെ എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് റൈറ്റ് ബാക്ക് ചെയ്യാൻ പറ്റുമോ, ഇവിടെ റൈറ്റ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ സ്റ്റാർ സൈക്കിൾ വേണം, കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഡിലേ വേണം. ഓക്കെ, ഓപ്പറന്റ് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പറന്റ് ഫോർവേഡിംഗ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇവിടെ ഓൾറെഡി ഇവിടെ നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ട്. ഓപ്പറന്റ് ഫോർവേഡിംഗ് ആവശ്യം വരുന്നില്ല അവിടെ. ഓക്കെ, ഇത് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നതെന്നുള്ളൂ. ഓപ്പറന്റ് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഇടയിൽ ഇതെന്താ, ഇതെല്ലാം ഒരു രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഒക്കെ രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്ത ഡാറ്റ ഉണ്ട്, എക്സിക്യൂട്ട് ചെയ്തു, ഇവിടെ സ്റ്റാർ സൈക്കിൾ ഇംപ്ലിമെന്റ് ചെയ്തു, then എന്ത് ചെയ്തു, റൈറ്റ് ബാക്ക് ചെയ്തു, റൈറ്റ് ബാക്ക് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ദെൻ ഡിവിഷൻ ലാസ്റ്റ്, ഡിവിഷനാണ്. ഡിവിഷൻ എത്ര സൈക്കിൾ എടുക്കുന്നുണ്ട്, 3 സൈക്കിൾ ഉണ്ട്. റൈറ്റ് ബാക്ക്, ദെൻ റൈറ്റ് ബാക്ക്, 3 റൈറ്റ് ബാക്കിന് വേണ്ടി 3 ക്ലോക്ക് സൈക്കിൾ എടുക്കുന്നു, 3 ക്ലോക്ക് സൈക്കിൾ. ഇത് നോക്കുക, അടുത്തത് ആരാ വന്നത്, അടുത്തത് I4 വന്നു, ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, സോറി ഫെച്ചിങ്ങോടല്ല, ഫെച്ച് ചെയ്തു, ഫെച്ച് സ്റ്റേജ് ഫ്രീ ആവണ്ടേ, ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കുക, ഡിപ്പെൻഡൻസി നോക്കുക കേട്ടോ. ഡിപ്പെൻഡൻസി ഇതാ ഇവിടെ R6 എന്ന് പറയാൻ, ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇവിടെ ഒരിക്കലും ഈ ഒരു ഇവിടെ എന്ത് ചെയ്യരുത്, ഡീകോഡിങ് വരരുത്, അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് വരരുത്, ഇങ്ങനെ വരരുത്. ഇങ്ങനെ വന്നാൽ പ്രശ്നമാണ്, കാരണം ഇത് മിസ്റീഡ് ചെയ്യും. ഈ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം റൈറ്റിംഗ് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം, ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, ദെൻ എന്താണ് നെക്സ്റ്റ് റൈറ്റ് ബാക്ക് ആണ്. റൈറ്റ് ബാക്കിന്റെ സമയത്ത് നോക്കുക, ഇവിടെയും ഫ്രീ അല്ല, സ്റ്റാർ സൈക്കിൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, സ്റ്റാർ സൈക്കിൾ ഇവിടെയും ഫ്രീ അല്ല, ഇവിടെയും ഫ്രീ അല്ല, ഇവിടെയും ഫ്രീ അല്ല. ദെൻ എവിടെ റൈറ്റ് ബാക്ക് ചെയ്താ, ഇവിടെയാണ് റൈറ്റ് ബാക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും ഡിലേ അവിടെ വേണം, ഇത്രയും ഡിലേ അവിടെ വരണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സപ്പോസ് ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു കേസ് ആണെന്ന് വിചാരിക്കട്ടോ, ഇങ്ങനെ ഒരു കേസ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ഇവിടെ ഇതാണ്. അപ്പൊ നമ്മളെ ആൻസർ എന്താ, 10 ആണ് നമ്മളെ ആൻസർ. ഓപ്ഷൻ ബി 10 ആണ് ആൻസർ. അപ്പൊ ഇനി സപ്പോസ് നമ്മളെ റീഡ് ആഫ്റ്റർ റൈറ്റ് ആണെങ്കിൽ, നമുക്ക് ഓപ്പറന്റ് ഫോർവേഡിങ് നമുക്ക് പെട്ടെന്ന് ചെയ്യായിരുന്നു, കാരണം റീഡ് ആഫ്റ്റർ റൈറ്റ് ആണെങ്കിൽ സപ്പോസ് ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കാം, R1 R2 R3 R3, ദെൻ റീഡ് ആഫ്റ്റർ റൈറ്റ്, ദെൻ എന്ത് ചെയ്തു, ഇവിടെ R4 ഈക്വൽ ടു R1 പ്ലസ് R2. ഇതെന്താ, റീഡ് ആഫ്റ്റർ റൈറ്റ് ആണ്. റീഡ് ഇവിടെ റൈറ്റ് ചെയ്തു, റീഡ് ആഫ്റ്റർ റൈറ്റ്. ഇങ്ങനെ ഒരു കേസിലാണെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ റൈറ്റ് ബാക്കിന്റെ ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് കണ്ടോ, ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ രജിസ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്ററിൽ നമുക്ക് ഇവിടെ R1 എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇവിടെ എന്തുണ്ട്, R2 ഇൻറ്റു R3. ഇത് ഓൾറെഡി ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വാല്യൂ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ R2യുടെ വാല്യൂ 6ഉം R2യുടെ പിന്നെ അതേമാതിരി എന്താണ് R3യുടെ വാല്യൂ 2 ആണെങ്കിൽ 12 എന്ന് പറയുന്ന വാല്യൂ ആണ് R1. അത് റൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഓപ്പറന്റ് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡിലേ ഇവിടെ 1 സെക്കൻഡ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. 1 സെക്കൻഡ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് എന്തല്ല, ഇവിടെ നോക്കാം, ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഫ്രീ ആയി. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ 2 സെക്കൻഡ് ഒക്കെ എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അവിടെ റൈറ്റ് ബാക്ക് ഉണ്ട് കേട്ടോ. ഇതിനെന്ത് ചെയ്യാം, നമുക്ക് ഈ വാല്യൂവിനെ നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഫോർവേഡ് ചെയ്തു. പക്ഷെ ഇവിടെ ഓൾറെഡി റൈറ്റ് ഫ്രീ അല്ലാത്തത് കൊണ്ടാണ്. സപ്പോസ് ഇവിടെ ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന്
ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് എക്സാമ്പിൾ. സപ്പോസ് ഇവിടെ നോക്കാം, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നോക്കാം, ഇവിടെ ഡിലേ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ സം ഡിലേ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു സെക്കൻഡിലാണ് ഇവിടെയാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഇവിടെയാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, നമ്മളെ I1 എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ I2 എന്ന് പറയുന്ന ആളെ നോക്കാം. I2 എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? I2 എന്ന് പറയുന്ന ആളെ ഇവിടെ നോക്കാം. നമുക്ക് ഈ വാല്യൂ രജിസ്റ്റർ നമുക്ക് നേരെ ഡയറക്റ്റ് നോക്കാം. ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. ഈ വാല്യൂ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. കാരണം എന്താ? നമുക്ക് ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ റൈറ്റ് ബാക്ക് ചെയ്യാം. അപ്പൊ നോക്കാം, നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും റൈറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ ഇവിടെ ഇത് റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ റൈറ്റ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ആ റൈറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് R1ന്റെ വാല്യൂ കിട്ടണമല്ലോ. നമുക്ക് ഈ ഓപ്പറേഷന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി രജിസ്റ്ററിൽ എന്താണ് സ്റ്റോർ ആയിരിക്കും, അത് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഓപ്പറന്റ് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റ് ചെയ്യാതൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്തു? ഈ രജിസ്റ്ററിന് വാല്യൂ ഇങ്ങോട്ട് എടുത്തു. ഇതാണ് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓപ്പറന്റ് ഫോർവേഡിംഗ്. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അവിടെ നമുക്ക് 10 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതാണ് PSCക്ക് ചോദിച്ച കുറച്ചൊരു ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞതാണ്. അല്ലാതെ ബാക്കിയൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അവിടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കോമ്പോണൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രയോറിറ്റൈസിങ് interrupts in a computer system. നമുക്കറിയാം ഇന്ററപ്റ്റ് കൺട്രോളർ ആണെന്നുള്ളത് അറിയാം. എന്താണ് ഇന്ററപ്റ്റിന്റെ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി ആയിട്ടുള്ള, നമുക്ക് എന്ത് ചെയ്യുന്നു? ഇന്ററപ്റ്റ് കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ് സിഗ്നൽ ആണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ള സിഗ്നൽ വരാണ്. സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ഉണ്ടെന്ന് അറിയാം. അപ്പം അതെന്താണ്? ആ ഒരു വരുന്ന സിഗ്നലിന്, അപ്പൊ ഹാർഡ്വെയറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ ആവാം, എന്തോ ആവാം, ഈ ഒരു സിഗ്നലിന് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കിട്ടണം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എക്സിക്യൂഷൻ കിട്ടണം. ഇതാണ് നമ്മുടെ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ററപ്റ്റ് വരുന്ന സമയത്ത് ഹൈലി പ്രയോറിറ്റി ഉണ്ട്, പക്ഷെ കറന്റ്ലി ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാണ്. P1 എന്ന് പറയുന്ന പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ററപ്റ്റ് എന്ന് വന്നാൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യുള്ളൂ. ISR ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. ISR ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. ISR എന്ത് ചെയ്യുന്നു? സർവീസ് ചെയ്യുള്ളൂ. ഈ ടൈമിന്റെ ഈ ഒരു ഡിലേ ആണ്. അതായത് ഇന്ററപ്റ്റ് ഒക്കർ ചെയ്തു ISR എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു ടൈമിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് ലാറ്റൻസി എന്ന് പറയുന്നത്. ഇന്ററപ്റ്റ് ലാറ്റൻസി ടൈം. അപ്പൊ എന്താ? ഇത് ഹൈ പ്രയോറിറ്റി ആണെങ്കിൽ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ P1, P2, P3 ഒക്കെ ഓൾറെഡി ഇൻ എക്സിക്യൂഷൻ ആണെന്ന് വിചാരിക്കുക. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്ത് തുടങ്ങുള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കാം. അപ്പൊ എന്താണ്? ഇവിടെ ഇന്ററപ്റ്റ് കൺട്രോളർ ആണ്, ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കുക. ഇതൊക്കെ 2022 ചോദിച്ചാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഇന്ററപ്റ്റ് ഹാസ് ഹയസ്റ്റ് പ്രയോറിറ്റി? ഇന്ററപ്റ്റിന്റെ ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹയസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ നോക്കാം. സോഫ്റ്റ്വെയർ ആണോ, എന്താണ് എക്സ്റ്റേണൽ ആണോ, ടൈമർ ഇന്ററപ്റ്റ് ആണോ, നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്. 2 ടൈപ്പാണ്. ഹാർഡ്വെയറിൽ നമുക്ക് എന്ത് പറയാം? ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ആണ്. നമുക്ക് നോൺ മാസ്കബിൾ ഉണ്ട്, അതുപോലെ തന്നെ മാസ്കബിൾ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ഇത് ഹൈ പ്രയോറിറ്റി ഉള്ളതാണ്. ഇവിടെ എന്താ? ഇവിടെ ഒരു ഡിലേയും വരുത്തുന്നില്ല. ഇവിടെ എന്താ ചെയ്യുന്നില്ല? ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിലേ വരുത്തുന്നില്ല. അപ്പൊ എന്താണ്? ഇവിടെ നോക്കാം, ഇന്ററപ്റ്റ് വന്നാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ സർവീസ് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ബി സർവീസ് ബൈ ദ പ്രോസസർ. ഈ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് വന്നാൽ എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഓർത്ത് വെക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് സർവീസ് ചെയ്യുന്നു. ഏറ്റവും ഫാസ്റ്റ് ആണ്. അതായത് ഇതിനെ വെച്ചിട്ട് മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 2 മാസ്ക് ബട്ടൺ ഒക്കെ കൊടുക്കുന്നു. സെറ്റ്, അതുപോലെ തന്നെ ഒരു ബിറ്റ് ഉണ്ട്, ബിറ്റ് സെറ്റും ബിറ്റ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കും. ബിറ്റ് സെറ്റ്, ബിറ്റ് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് എനാബിൾ ആണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റിനെ സർവീസ് ചെയ്യുന്ന എനാബിൾ ആണ്. ഇന്ററപ്റ്റ് എനാബിൾ ആണ്, ഇത് ഡിസേബിൾ ആണ്. അപ്പൊ നമുക്ക് 2 ബിറ്റ് ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് അവിടെ ഒരു ഡിലേ വരുത്തിക്കാം. അവിടെ എന്ത് ചെയ്യാം? ഒരു ഡിലേ വരുത്താം. ഇവിടെ എന്ത് ചെയ്യാം? ഒരു ഡിലേ വരുത്താം. നമുക്ക് ഇവിടെ ഡിലേ വരുത്താൻ പറ്റൂല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് വി ക്യാൻ മേക്ക് എ ഡിലേ, അല്ലെങ്കിൽ എന്താണ്? വി ക്യാൻ ഇംപ്ലിമെന്റ് എ ഡിലേ. ഇവിടെ എന്താണ്? നമുക്ക് നോട്ട് ഡിലേ. ഇവിടെ എന്താ? നമുക്ക് എനേബിളും ഡിസേബിളും 2 ബിറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഡിലേ. അതാണ് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. സോഫ്റ്റ്വെയർ ഇന്റർപ്രറ്റ് പറയാം, എക്സ്റ്റേണൽ ഇന്റർപ്റ്റ് പറയാം, ടൈമർ ഇന്റർപ്റ്റ്.
അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? നോൺ മാസ്കുലർ ഇന്ററപ്റ്റ് ആണ് ഹൈ പ്രയോറിറ്റി കേട്ടോ. ഹൈ പ്രയോറിറ്റി. ക്ലിയർ ആൻസർ. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഇൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ? എന്താ മെഷീൻ ഇൻസ്ട്രക്ഷൻസ്? പ്രൊവൈഡ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതിനല്ലല്ലോ, ഇന്ന് നമുക്ക് അതല്ലല്ലോ. ടു റെപ്രസെന്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്ക് കുറെ C++, അങ്ങനത്തെ കുറെ ലാംഗ്വേജസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ? ദെൻ ടു എൻകോഡ് ലോ ലെവൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടഡ് ബൈ CPU. ആ, ടു എൻകോഡ് ലോ ലെവൽ ഓപ്പറേഷൻ. ഓക്കെ, ഇതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മിഷൻ ഇൻസ്ട്രക്ഷൻ. നമ്മളിപ്പോ എന്താ യൂസ് ചെയ്യുന്ന മിഷൻ ഇൻസ്ട്രക്ഷൻ എന്താ? ലോ ലെവൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടഡ് ബൈ CPU. ഇതാണ് ആൻസർ കേട്ടോ. ടു പ്രൊവൈഡ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ടു സ്റ്റോർ ഡാറ്റ ഇൻ സെക്കൻഡറി. അതൊന്നുമല്ല. ഓക്കെ, ടു എൻകോഡ് ലോ ലെവൽ ഓപ്പറേഷൻ എക്സിക്യൂട്ടഡ് ബൈ CPU. ഓക്കെ, അതാണ് നമ്മൾ മിഷൻ ഇൻസ്ട്രക്ഷൻ. ഓരോ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്രോ പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 8 മാർക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയി. നമ്മൾ കൂടുതൽ എഫേർട്ട് ഒന്നും എടുക്കുക, ഒറ്റ ക്വസ്റ്റിന് എഫേർട്ടിന്റെ ആവശ്യമുള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വോയിസ് എന്നൊക്കെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെ വായിക്കണ്ട. MMU, മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. ഇതാണ് നമ്മളെ ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ എന്താണ് വെർച്വൽ അഡ്രസ്സിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? സോറി, ലോജിക്കൽ അഡ്രസ് പ്രൊഡ്യൂസ്ഡ് ബൈ CPU ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നോട്ട് ആക്ച്വൽ എക്സിസ്റ്റൻസ്. ഓക്കെ, അഡ്രസ്. ഓക്കെ, പിന്നെ എങ്ങോട്ടേക്ക്? ഫിസിക്കൽ അഡ്രസ് റാമിലോട്ടുള്ള അല്ലെങ്കിൽ മെമ്മറിയിലോട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സിലോട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് മെമ്മറി. MMU, മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് വളരെ ഓക്കെ. ഇത് രണ്ടും എന്താണ്? ഫിസിക്കലി എക്സിസ്റ്റന്റ്. യൂസർ വ്യൂ ആണ്. യൂസർ കാണുന്ന അഡ്രസ് ആണ് ഈ രണ്ട് അഡ്രസ്. ഇതൊന്നും ഓക്കെ. ആക്ച്വൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ് ആണ്. ഏതാണ്? MMU. ആൻസർ ഓപ്ഷൻ ഏതാണ്? MMU. ക്ലിയർ ആൻസർ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ആ, അടുത്തതാ. വിച്ച് ക്യാഷെ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ഹയസ്റ്റ് ലെവൽ ഓഫ് അസോസിയേറ്റിവിറ്റി? ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ്, 2 വേ, 4 വേ എന്നൊക്കെ ഉണ്ട്. ഇത് രണ്ടും എന്താണ്? സെറ്റ് അസോസിയേറ്റീവ് ആണ്. സെറ്റ് അസോസിയേറ്റീവ്. ഇവിടെ നോക്കാം, നമുക്ക് ഡയറക്റ്റ് മാപ്പിൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ K മോഡ് ഓക്കെ N എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താണ്. ഇത് നമുക്ക് എനിവേർ വി ക്യാൻ പ്ലേസ് എനിവേർ ഓക്കെ ഇൻ ദി ക്യാഷ്. ഇവിടെ എന്താണ്? നമുക്ക് വി ക്യാൻ പ്ലേസ് എനിവേർ ഇൻ ദി സെറ്റ്. ഓക്കെ, ഫ്രീ ആകുന്ന സമയത്ത് സെറ്റിൽ എനിവേർ ഇൻ ദി സെറ്റ്. സെറ്റ് 1, സെറ്റ് 2. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ടാഗ് കമ്പാറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്നാണ്. ഹൈലി റെസ്ട്രിക്റ്റഡ് ആണ് ഇവിടെ. ഓക്കെ, ടാഗ് കമ്പാറ്റേറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ നമുക്ക് എനിവേർ ആണ്. ടാഗ് കമ്പാറ്റേറ്റർ എന്ന് പറഞ്ഞാൽ N ആണ്. ഇവിടെ നമുക്ക് ടാഗ് കമ്പാറ്റേറ്റർ എന്ന് പറഞ്ഞാൽ K ആണ്. ഇവിടെ 2 വേ ആണെങ്കിൽ 2 കമ്പാറ്റേറ്റർ ആണ്. 4 വേ ആണെങ്കിൽ കമ്പാറ്റേറ്റർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, ഇവിടെ 1, 2, 4, N. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ എന്താണ്? ഹൈ ലെവൽ ഓക്കെ, അല്ലെങ്കിൽ മോർ റെസ്ട്രിക്റ്റഡ് ആരാണ്? മോർ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഡയറക്റ്റ് മാപ്ഡ് ആണ്. മോർ റെസ്ട്രിക്റ്റഡ് ചോദിക്കുമ്പോൾ ദെൻ സെറ്റ് അസോസിയേറ്റീവ്, ദെൻ അസോസിയേറ്റ്. അപ്പൊ ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് അസോസിയേറ്റിവിറ്റി ആർക്കാണ്? അസോസിയേറ്റീവ് ക്യാഷ് ആണ്. ഇവിടെ N നമ്പർ ഓഫ് ടാഗ് കമ്പാറ്റേറ്റർ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ എ അസോസിയേറ്റീവ്. ഇത് നമുക്ക് അസെൻഡ് ചെയ്ത് ഗേറ്റിലൊക്കെ ചോദിച്ച ക്വസ്റ്റൻ ആട്ടോ. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കാം, K ഈക്വൽ ടു 1, ദെൻ K ഈക്വൽ ടു N ആണ്. K ഈക്വൽ ടു 1 ആണെങ്കിൽ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് ആണ്. K ഈക്വൽ ടു N ആണെങ്കിൽ എന്താണ് അത്? പിന്നെ നമ്മുടെ അസോസിയേറ്റീവ്, ഫുൾ അസോസിയേറ്റീവ് ക്യാഷ്, മാപ്ഡ് ക്യാഷ് ആണ്. അപ്പൊ K എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് അസോസിയേറ്റീവിന്റെ ഓക്കെ നമ്പർ ഓഫ് സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? K എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഓക്കെ ഓർഡറിൽ ചോദിക്കും. ഇൻക്രീസിംഗ് ഓർഡർ, ഡിക്രീസിംഗ് ഓർഡറിലൊക്കെ ചോദിക്കും. അപ്പൊ ഏറ്റവും റെസ്ട്രിക്ഷൻ കൂടുതൽ ആർക്കാണ്? ഇയാൾക്കാണ്. പിന്നെ റെസ്ട്രിക്ഷൻ ഇയാൾക്കാണ്. പിന്നെ റെസ്ട്രിക്ഷൻ ഇയാൾക്കാണ്. കാരണം ഇത് ഈ ഒരു ലൊക്കേഷനിലോട്ട് മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലൊക്കേഷനിലോട്ട് മാത്രമേ നമുക്ക് ഡാറ്റ പ്ലേസ് ചെയ്യാൻ പറ്റൂ. സെറ്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സെറ്റ് ഉണ്ട്. ഈ സെറ്റിൽ എവിടെ ഫ്രീ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. സെറ്റ് 1. ഈ സെറ്റ് 2 ഇവിടെ എവിടെയൊക്കെ ഫ്രീ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫുള്ളി അസോസിയേറ്റ് നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ഈ ഒരു ക്യാഷിൽ എവിടെയൊക്കെ ഫ്രീ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് N ടാഗ് കമ്പാറ്റർ. ഇവിടെ നമ്മൾ സെറ്റിലോട്ട് പോയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി ഫുള്ളി അസോസിയേറ്റീവ്. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ നമുക്കിനി അടുത്തത് ചോദിച്ചിട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിന്ന് ഒരു 10-12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 8 ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്ത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒന്ന് BCD കോഡ് ചോദിച്ചിട്ടുണ്ട്, വളരെ സിമ്പിൾ ആണ്. പിന്നെ ഒരു നമ്പർ കൺവേർഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗേറ്റിന്റെ ചോദിച്ചു. പിന്നെന്തായിരുന്നു, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 10-12 മാർക്ക് ഇതിന് വാങ്ങാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ അതേമാതിരി ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആകെ ഇപ്പൊ ചോദിച്ചത് ഇപ്പൊ എന്താണ്? ഒരു OSലെ അല്ല സോറി ഒരു പൈപ്പ് ലൈനിങ്ങിന് സ്പീഡ് ഓഫ് ഫാക്ടറും ചോദിക്കാം കേട്ടോ. അപ്പൊ പൈപ്പ് ലൈനിങ് നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ നമുക്ക് ഓപ്പറന്റ് ഫോർവേഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നത്. ഓപ്പറന്റ് ഫോർവേഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നതാണ്. അവിടെ നമുക്ക് ഓപ്പറന്റ് ഫോർവേഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല.
നമുക്ക് സ്റ്റാൾ സൈക്കിൾ മാത്രം മതി അവിടെ. ദെൻ പിന്നെന്താ, നമുക്ക് സ്പീഡ് ഓഫ് ഫാക്ടർ ചോദിക്കാം. സ്പീഡ് ഓഫ് ഫാക്ടർ time in pipelined system, non-pipelined system divided by time in pipelined system. Okay, time in non-pipelined system എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞ number of instruction into t time taken, okay, for instruction. Okay, then ഇതെന്താണ്, എന്താണ് n plus k. Okay, number of instruction plus k stage, എത്ര സ്റ്റേജ് ആണ് തരും, -1 into t. ഓക്കെ, ഈ ടി എങ്ങനെ കാണാം? ഫോർ എക്സാമ്പിൾ നമുക്ക് 4 സ്റ്റേജ് പൈപ്പ് ലൈൻ ആണ്, ഫെച്ച്, ഡീകോഡ്, പിന്നെന്തായിരുന്നു, ഫെച്ചും ഡീകോഡും, എക്സിക്യൂഷൻ, റൈറ്റ് ബാക്ക്, മെമ്മറി റൈറ്റ് ആയിക്കോട്ടെ, മെമ്മറി റൈറ്റ്, ഓക്കെ, അല്ലെ റൈറ്റ് ബാക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പം ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ, മെമ്മറി റൈറ്റ്. അപ്പൊ ഇവിടെ നോക്കാം, ഇതിന് ഫെച്ചിന് വേണ്ടി 20 സെക്കൻഡ് എടുക്കുന്നുണ്ട്, ഇവിടെ 30 സെക്കൻഡ് എടുക്കുന്നുണ്ട്, ഇവിടെ 40 സെക്കൻഡ് എടുക്കുന്നുണ്ട്, ഇവിടെ 50 സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ ടി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ഏറ്റവും മാക്സിമം ആണ്, ഹയസ്റ്റ് വാല്യൂ ആണ് കേട്ടോ. ഹയസ്റ്റ് വാല്യൂ ആണ് ടി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം നമുക്ക് 2 or 20 ഒക്കെ തരും. അതൊക്കെ ചൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് സ്പീഡ് ഓഫ് ഫാക്ടറിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ക്ലിയർ? ഓക്കെ, ഞാൻ അടുത്തത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ.